നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പറഞ്ഞു. എന്നിട്ട് ആദ്യം വെല്ലുമയൊന്നും മിണ്ടിയില്ല. പക്ഷേ പിന്നെ കാര്യം മനസ്സിലായി. അപ്പൊ എല്ലാം സമ്മതിച്ചു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഞാനാണെന്ന് അറിയുമ്പോഴോ അന്ന് ഉണ്ടാകാൻ പോകുന്ന കോലാഹലത്തെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? അതൊക്കെ ചിന്തിച്ചിട്ട് പ്രേമിക്കാൻ കഴിയുമോ? ജീവിതം ഒന്നേ ഉള്ളു ശ്രേയ. അത് നമുക്കിഷ്ടപ്പെട്ടവരുടെ കൂടെ തന്നെ ജീവിക്കണം. അതല്ലേ നല്ലത്? ഇപ്പോ എന്നെ വിശ്വാസമായോ? കുറേശ്ശെ ഒരു ചെറിയ വിശ്വാസമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. മതി, ആ ചെറിയ വിശ്വാസം മതി. ഞാൻ താമസിയാതെ മരുവത്തൂരിലേക്ക് വരുന്നുണ്ട് തന്നെ കാണാൻ. എപ്പോ? ഉടൻ തന്നെ. ഞാൻ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിന് ഒരു സുഖമുണ്ട്. ആണോ? എനിക്കറിയില്ല. അമ്മ വരുന്നുണ്ട്. ഞാൻ ഫോൺ കിട്ടിയ പിന്നെ വിളിക്കാം. വീണ്ടും കൊലപാതകോ? നീ എന്തൊക്കെയാ പറയുന്നത്? ഇല്ലെങ്കിൽ പിന്നെ അവളുടെ ഡ്രസ്സിലൊക്കെ എങ്ങനെ ചോര പറ്റി? എന്റെ സംശയം ശരിയാണെങ്കിൽ വേറെ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ദർശനോട് നീ ചോദിച്ചില്ലേ? ആ, ഏതോ ഒരു പെൺകുട്ടി സ്റ്റെപ്പിന്ന് വീണ് തല പൊട്ടി. അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എടുത്തപ്പോ ഡ്രസ്സിൽ ചോര പറ്റി. ഇതൊക്കെയാ അവള് ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ചോര കണ്ടപ്പോ തന്നെ ഞാൻ പോലീസിനെ വിളിക്കാൻ തുടങ്ങിയതാ. എന്നിട്ട് പിന്നെന്താ വിളിക്കാതിരുന്നത്? ഒന്നുകൂടി വ്യക്തമായി അന്വേഷിച്ചിട്ടാകാന്ന് കരുതി. അതെന്തായാലും നന്നായി. അവള് പറഞ്ഞത് സത്യം തന്നെയാ. ഒരു പെൺകുട്ടി സ്റ്റെപ്പിൽ നിന്ന് വീണ് തല പൊട്ടിയതാ. അതേതാ ആ പെൺകുട്ടി? അത് ഞാനന്ന് പറഞ്ഞില്ലേ, ആ സംഭവം നടക്കുമ്പോ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ചുപേരുണ്ടായിരുന്നു. ആ, അവരുടെ കൂടെ വന്നൊരു പെൺകുട്ടിയുടെ വീണ് തല പൊട്ടിയത്. അല്ല, അവരെന്തിനാ ഇന്നും വന്നത്? അതൊന്നും എനിക്കറിയില്ല. അന്ന് പക്ഷേ ഫോട്ടോ പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇന്നും അതിനായിരിക്കും വന്നിട്ടുണ്ടാവുക. എനിക്കെന്തോ ദർശനിക്കും അവർക്കും തമ്മില് എന്തോ ഒരു ബന്ധമുള്ളത് പോലെ തോന്നുന്നു. എന്ത് ബന്ധം? അതൊന്നും എനിക്കറിയില്ല. അല്ല, ആ പിള്ളേര് ഫോട്ടോ എടുക്കാൻ വന്നവരാണെന്നല്ലേ പറഞ്ഞേ? അതെ. അന്ന് നടന്ന സംഭവം ആ പിള്ളേര് കണ്ടു കാണില്ലെന്ന് എന്താ ഉറപ്പ്?